എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി മത്തായി 10-ാം അധ്യായം 29 മുതൽ 31 വരെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 29 മുതൽ 31 വരെ. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവം നമ്മെക്കുറിച്ച് കരുതലുള്ളവനാണെന്ന് ഉറപ്പുവരുത്താൻ കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് ഈ വേദഭാഗം. കാശിന് 2 കുരികിലിനെ വിൽക്കുന്നു. അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. വിശുദ്ധ ലൂക്കോസ് 12-ാം അധ്യായത്തിൽ 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നതായി പറയുന്നു. അവയിലൊന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. മത്തായി 10:20 പറയുന്നത് പോലെ 1 കാശിന് 2 കുരികിലിനെ ലഭിക്കുന്നു. അതിന് പ്രകാരം 2 കാശിന് 4 കുരികിലിനെ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ 2 കാശിന് ഒന്നിച്ച് വാങ്ങുന്നവർക്ക് ഒന്നിനെ വെറുതെ ലഭിക്കുന്നു. അതുകൊണ്ട് 5-ാമത്തെ കുരികിൽ വെറുതെ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നിസ്സാരമായ കുരികിലിനെ പോലും ദൈവം മറക്കുന്നില്ല. വില കൊടുത്തു വാങ്ങിയതാണെങ്കിലും വിലയില്ലാതെ വാങ്ങുന്നതാണെങ്കിലും അതിനെപ്പോലും കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിലത്തിലെ പുലിനെയും ആകാശത്തിലെ പറവുകളെയും ഒക്കെ പോറ്റുന്ന ദൈവത്തിൻ്റെ കരുതൽ മനുഷ്യരോട് എത്ര ആഴമുള്ളതാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വിതയ്ക്കാതെയും കൊയ്യാതെയും നടക്കുന്ന പറവുകളെ കാക്കുന്ന കർത്താവ് ദൈവം അതിനേക്കാൾ എത്ര ശ്രേഷ്ഠമായി നമ്മെ കരുതും. നിങ്ങളുടെ തലയിലെ രോമമെല്ലാം എണ്ണിയിരിക്കുന്നു. ഈ ജനത്തെക്കുറിച്ചുള്ള ദൈവിക കരുതൽ വിവിധ നിലയിൽ വർണ്ണിക്കുന്നു. തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ പോലെ അവൻ അവയെ സൂക്ഷിക്കുന്നുവെന്ന് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലുണ്ട്. അവരെ തൊടുന്നവൻ തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2. അവരുടെ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. വീണ്ടും യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇത് സാധാരണ ദൂതനല്ല, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം തന്നെയാണ് എടുത്ത് പറയുന്നത്. അതുകൊണ്ട് അവർ കുരികിലികളെക്കാൾ വളരെ വിലയേറിയവരാകയാൽ ഭയപ്പെടാൻ ആവശ്യമില്ല എന്ന് ഓർപ്പിക്കുന്നു. 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് വേദപുസ്തകം നമ്മളോട് പറയുമ്പോൾ എല്ലാ ദിവസവും ഇത് ആവർത്തിക്കപ്പെടുകയാണ്. നിർഭയമായി വസിപ്പാൻ, ആശങ്കകൾ അകറ്റി ജീവിക്കാൻ, ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രതീക്ഷയുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മെ കരുതുന്നവൻ നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. മാറ്റമില്ലാത്തവനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിനായും അതിൻ്റെ പ്രഭാതത്തിനായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ള ദൈവമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുവല്ലോ. കുരികിലിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി ഞങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ സൃഷ്ടിയിലും സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ അവിടുന്ന് നനഞ്ഞിരിക്കിയാൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തും. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ ഞങ്ങളെ നടത്തണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും അളവറ്റ സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.